നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിന് കാക്കനാട് ജയിലിൽ സഹായം നൽകിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. വഴിവിട്ട സഹായം നൽകിയ ജയിൽ DIG P. അജയ്കുമാറിനെയും ജയിൽ സൂപ്രണ്ട് രാജു എബ്രാഹിമിനെയും സസ്പെൻഡ് ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് DIG MK വിനോദ് കുമാർ ശുപാർശ ചെയ്തുവെന്നാണ് വിവരം. മനോരമയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന DIG ബോബിയെ കാണാൻ ജയിലിലേക്ക് എത്തുകയായിരുന്നു. DIGക്കൊപ്പം ഉണ്ടായിരുന്നത് തൃശൂരിലെ പവർ ബ്രോക്കറാണ്. സൂപ്രണ്ടിന്റെ ടോയ്ലറ്റ് ഉൾപ്പെടെ ബോബിക്ക് ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കിയെന്നും കണ്ടെത്തിയിരുന്നു. ഇന്ന് ജയിൽ വകുപ്പ് മേധാവിക്ക് നൽകുന്ന റിപ്പോർട്ട് ഇന്ന് തന്നെ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. അപേക്ഷ നൽകാതെയും ഗേറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയും സന്ദർശകരെ അകത്ത് പ്രവേശിപ്പിച്ചു. തടവുകാരന് ചട്ടവിരുദ്ധമായി നേരിട്ട് പണം കൈമാറി. ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തി. സൂപ്രണ്ടിന്റെ മുറിയിൽ തടവുകാരന് ശുചിമുറി സൗകര്യം നൽകി എന്നിവയാണ് ഇരുവർക്കുമെതിരെ കണ്ടെത്തിയ കുറ്റങ്ങൾ. സംഭവത്തിൽ DIG P. അജയ്കുമാറിനെ ജയിൽ മേധാവിയായ ADGP ശാസിച്ചിരുന്നു. ഉദ്യോഗസ്ഥതല യോഗത്തിലായിരുന്നു ശാസന. ജയിൽ സൂപ്രണ്ടിന്റെ ക്വാർട്ടേഴ്സിലെ മദ്യപാന പരാതി അന്വേഷിക്കാൻ പോയതാണെന്നും DIG അജയ്കുമാർ വിശദീകരിച്ചു. എന്നാൽ സ്വകാര്യ വാഹനത്തിൽ സ്ത്രീകൾക്കൊപ്പമാണോ കേസ് അന്വേഷണത്തിന് പോയതെന്ന് ADGP യോഗത്തിൽ ചോദിച്ചു. ബന്ധുക്കൾക്കൊപ്പം യാത്ര ചെയ്തപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കയറിയതാണെന്നായിരുന്നു DIG ഇതിന് നൽകിയ മറുപടി. തുടർന്ന് അസംബന്ധം വിളമ്പരുതെന്നും എല്ലാ തെളിവുകളും ഉണ്ടെന്നും ജയിൽ മേധാവിയായ ADGP ബൽറാം കുമാർ ഉപാധ്യായ മറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ DIG പരസ്യമായി വിമർശിച്ചിരുന്നു. ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും DIGക്കെതിരെ മൊഴി നൽകി. മേലുദ്യോഗസ്ഥനെതിരെ മൊഴി നൽകാൻ തയ്യാറല്ലെന്ന് നിലപാടെടുത്ത സൂപ്രണ്ട് അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് സൂപ്രണ്ട് അറിയിച്ചതെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സ് DIGയുടെ പരിശോധനയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. തൊട്ടടുത്തുള്ള വനിതാ ജയിലിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ നിന്ന് കാറിൽ മധ്യമേഖല ജയിൽ DIGയും സംഘവും വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ അടുപ്പക്കാരാണ് ജയിലിലെത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥനൊപ്പം ജില്ലാ ജയിലിലെത്തി സന്ദർശക പട്ടികയിൽ പേര് ചേർക്കാതെ സൂപ്രണ്ടിന്റെ മുറിയിൽ ഇരുന്ന് സംസാരിച്ചു എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് സൗകര്യമൊരുക്കാൻ വേണ്ടി മാത്രം ഈ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തിയെന്നും ആരോപണമുണ്ടായിരുന്നു. ബോബി എത്തിയപ്പോൾ കയ്യിൽ പണമില്ലായിരുന്നു. ജയിൽ ചട്ടം മറികടന്ന് ബോബിക്ക് ഫോൺ വിളിക്കാൻ 200 രൂപ നേരിട്ട് നൽകി. പിന്നീട് ഇത് രേഖകളിൽ എഴുതി ചേർത്തതാണെന്നും കണ്ടെത്തി. ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ച വാർത്തയിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടപടി കടുപ്പിച്ചിരുന്നു. അതേസമയം കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ചെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടപടി കടുപ്പിച്ചിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് ഇത് കുരുക്കായി മാറുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരെ അടക്കം ഹൈക്കോടതിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനായിരുന്നു ഇടപെടൽ നടത്തിയത്. അഡ്വക്കേറ്റ് B. രാമൻപിള്ളയും കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ബോബിക്ക് ജാമ്യം കൊടുക്കുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു. ബോബിക്ക് വേണ്ടി അസാധാരണമായ വിധം വാദിച്ചാണ് രാമൻപിള്ള ജാമ്യത്തിലേക്ക് കോടതിയെ എത്തിച്ചത്. ബോബി ചെയ്തത് തെറ്റാണെന്ന് വിലയിരുത്തി ഹൈക്കോടതി ജാമ്യം നൽകി. എന്നാൽ ജയിലിൽ നിന്ന് ബോബി പുറത്തിറങ്ങാതിരുന്ന തീരുമാനത്തെ ഹൈക്കോടതി ഗൗരവത്തിലെടുക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയായിരുന്നു പിന്നീട് ബോബി അതിവേഗം പുറത്തിറങ്ങിയത്. സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷം മാത്രമേ താൻ പുറത്തിറങ്ങൂ എന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ കോടതിയുടെ ഇടപെടലിന് മുമ്പ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അന്നേ ദിവസം ജാമ്യം കൊണ്ട് ജയിലിലെത്തിയില്ലെന്നായിരുന്നു അധികൃതർ പറഞ്ഞത്. ഇതിനിടയിലായിരുന്നു ഹൈക്കോടതി അസാധാരണ നീക്കം നടത്തിയത്. ഇതോടെ കോടതിക്ക് മുമ്പിൽ വീണ്ടും ബോബിയുടെ അഭിഭാഷകർക്ക് നിലപാട് വ്യക്തമാക്കേണ്ടിയും വന്നു. ജാമ്യം നൽകിയ വിധിയിൽ ഹൈക്കോടതി ബോബിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. മറ്റുള്ളവരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടതില്ലെന്നും ശരീരത്തെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു.